ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച തീരെടുത്ത മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രത്തിൽ നസ്ലിൻ, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മറ്റ് ചില പ്രധാനപ്പെട്ട താരങ്ങൾ ക്യാമിയോ റോളിലും ഈ സിനിമയിൽ എത്തിച്ചേരുന്നുണ്ട്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് രാമു സുനിൽ ആണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയി. വിശ്വജിത്ത് ഛായാഗ്രഹണം നിർവഹിച്ച ഈ സിനിമയ്ക്ക് നിതിൻ രാജ്, അഭിനവ് സുന്ദർ നായക് എന്നിവരാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് സെൻട്രൽ പിക്ചേഴ്സ് ആണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയും അനുബന്ധ പശ്ചാത്തലവുമാണ് സിനിമയുടെ പ്രമേയം. മികച്ച തിരക്കഥ, മികച്ച മേക്കിംഗ്, നസ്ലിൻ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഡാർക്ക് കോമഡി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. നസ്ലിന്റെ അടുത്തൊരു 100 കോടി സിനിമയായി മാറുമോ മോളിവുഡ് ടൈംസ് എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ കേരളത്തിൽ 70 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തത് 80 ലക്ഷം രൂപയാണ്. വിദേശത്ത് $33,500, അതായത് 32 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിലായി സിനിമ 1 കോടി 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ മണിക്കൂറിൽ 3000-3500 വരെ ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജയറാം, ഉർവശി എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡ്യരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച തീരെടുത്ത തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കോ. മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ, സജ്ജന കൃഷ്ണമൂർത്തി, സന്തോഷ് ശോഭൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ പകുതി കുറച്ച് എഴുച്ചിൽ അനുഭവപ്പെടുകയും ഒരു കോമഡി എന്റർടൈനർ സിനിമ എന്ന നിലയിൽ ഉദ്ദേശിച്ച രീതിയിൽ കോമഡി വർക്കായിട്ടില്ല. അതേസമയം ഇന്റർവെല്ലെത്തിയോടെ ചിത്രത്തിന്റെ ഗതാഗതി മാറുകയും രണ്ടാം പകുതി ശക്തമായ കോമഡിയോടെ അതിഗംഭീരമാക്കാൻ സംവിധായകനും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഉർവശി, മിസ്കിൻ എന്നിവരാണ്. ജയറാം ആദ്യാവസാനം ഒപ്പം തന്നെ കൂടെയുണ്ട്. സാങ്കേതിക രംഗവും വളരെ മികച്ചതാണ്. ഛായാഗ്രഹണവും വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ പശ്ചാത്തല സംഗീതം. എന്തായാലും പരിമള ആൻഡ് കോ എന്ന തമിഴ് സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ജയറാം, ഉർവശി, മിസ്കിൻ എന്നിങ്ങനെ എല്ലാ താരങ്ങളുടെയും ശക്തമായ ഒരു തിരിച്ചുവരവിന് കളമൊരുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ ജൂൺ 4 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ബുജി ബാബു സന സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാംചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 22,50,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് ആദ്യ ദിവസം സ്വന്തമാക്കിയിരിക്കുന്നത് 8,81 ലക്ഷം രൂപയാണ്. തെലുങ്ക് കളക്ഷനായി ഇന്നലെ മാത്രം കളക്ട് ചെയ്തത് 42,90,00,000 രൂപയാണ്. 17,71 ലക്ഷം രൂപ പ്രീമിയർ ഷോ വഴിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം തെലുങ്ക് ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 60,61 ലക്ഷം രൂപയാണ്. നിലവിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഗ്രോസായി ആദ്യ ദിവസം 82,49 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 30 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 112,49 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗായി പെദ്ദി നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ ആദ്യ ദിവസം സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടില്ല. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടിയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിയുമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.